വാഹിദ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ്. വാഹിദ് ഏതെങ്കിലും സമുദായ നേതാവ്, അത് ക്രൈസ്തവ വിഭാഗത്തിലേതാകട്ടെ, ഇസ്ലാം വിഭാഗത്തിലേതാകട്ടെ, ഹിന്ദു വിഭാഗത്തിലേതാകട്ടെ, ഞങ്ങൾക്കെല്ലാം കിട്ടി, ഞങ്ങൾ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് നമ്മൾ ഇതുവരെ കേട്ടുണ്ടോ? വെള്ളാപ്പള്ളി എല്ലാ കാലവും പറയുന്നത് ഈഴവർക്കൊന്നും കിട്ടുന്നില്ല, എല്ലാ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു, എല്ലാം ക്രൈസ്തവർക്ക് കിട്ടുന്നു, എല്ലാം നായർക്ക് കിട്ടുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന ഒരു സാമുദായിക നേതാവിൻ്റെ കൂടുതൽ നേടിയെടുക്കാനുള്ള തന്ത്രത്തിൻ്റെ തുടർച്ചയായി അതിനെ കരുതിയാൽ പോരെ? ഇപ്പോൾ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഏറ്റുപിടിച്ച് സർക്കാർ അതിന് മറുപടി പറയണം, അതിന് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ ശ്രീ വാഹിദ്? ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. അതായത് ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളാണല്ലോ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. അത് ഒന്നാമതായിട്ട് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. അത് നേരത്തെ ആഷ്മി തന്നെ സൂചിപ്പിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കുകയാണെങ്കിലും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഏത് ആധികാരികമായ കണക്കുകൾ എടുക്കുകയാണെങ്കിലും രാജ്യത്ത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ അവരെല്ലാം കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം അങ്ങേയറ്റം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഇവിടെ ബാബു നേരത്തെ പറഞ്ഞു മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നാക്കമല്ല, കേരളത്തിൽ മുസ്ലിങ്ങൾ മുന്നാക്കമാണ് എന്നൊക്കെ രീതിയിൽ. അത് ഒന്ന് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. മറ്റൊരു സംഗതി, ഏത് സമുദായമാണ് അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകുന്നത് എന്ന് ബാബു പറഞ്ഞിട്ടില്ല. ഇനി ആഷ്മി ചോദിച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈഴവ സമുദായത്തിന് അർഹമായത് കിട്ടുന്നില്ല എന്ന പരാതിയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളതെങ്കിൽ പിന്നാക്ക സമുദായമായ ഈഴവ സമുദായത്തിന് കിട്ടേണ്ടത് കിട്ടണം എന്ന അഭിപ്രായക്കാരാണ് നിങ്ങൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കൂടുതലായിട്ട് കിട്ടുന്നത് എന്നതായിരുന്നില്ലേ വെള്ളാപ്പള്ളി നടേശൻ നോക്കേണ്ടിയിരുന്നത്? എവിടേക്കാണ് കൂടുതൽ അനർഹമായി പോകുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ ഈ വിഭവ വിതരണത്തിലെ ഭരണ ഉദ്യോഗ തലങ്ങളിലെ അസന്തുലിതാവസ്ഥ എവിടെയാണ് ഉള്ളത് എന്നത് പഠിക്കാതെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഓൾറെഡി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്നതാണ് ഇതിലെ മൗലികമായ ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ചോദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത് ഈഴവ സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയോ ശ്രീനാരായണീയ ദർശനത്തിൻ്റെ പിൻബലത്തിലോ അല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇത് കൃത്യമായും പറയുന്നത് സംഘപരിവാറിൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു വാദഗതിയാണ് മുസ്ലിം അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ച് മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നിർമ്മിച്ചെടുത്ത് ഇസ്ലാമോഫോബിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഫോർമേഷൻ നടത്തുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ലൈൻ. അതാണ് വെള്ളാപ്പള്ളി ഇവിടെ ഏറ്റു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നേരത്തെ RV ബാബു ഒരിക്കൽ പോലും സാമുദായികമായിട്ടുള്ള ഒരു സർവേ അല്ലെങ്കിൽ അതിനുവേണ്ടി സമ്മതമൊന്നുമില്ല എന്ന് മാത്രമല്ല, ആർക്കാണ് അങ്ങനെയെങ്കിൽ ഇവിടെ കേരളത്തിലെ സാമുദായികമായ അടിസ്ഥാനത്തിൽ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് എന്നത് പറയാനും RV ബാബു തയ്യാറാകുന്നില്ല എന്നിടത്തും. പിന്നെ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയുടെ തൊട്ടുടനെ നടത്തിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു, CPM-ന്റെ അടുത്ത മുഖ്യമന്ത്രി പിന്നെ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കൊണ്ടുവരും. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിയാൽ ഇതിൽ കൃത്യമായി പറയാൻ കഴിയും സംഘപരിവാരത്തിൻ്റെ വാദമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്ന്. സംഘപരിവാർ നമുക്കറിയാം കാലങ്ങളായി രാജ്യത്ത് ദേശീയാടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന വാദമാണ് മുസ്ലിം അപ്പീസ്മെന്റ്. അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ഇതിൽ എനിക്ക് ഊന്നി പറയാനുള്ളത്, ഇതിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഗുരുതരമായ മൗനം കാണിക്കുന്നു, കുറ്റകരമായ മൗനം കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്യേണ്ടതെന്ന് ഇതൊരു ധവളപത്രം ഇറക്കി. വാഹിദ് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ അതേ വാദം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ RSS താല്പര്യത്തിൽ RSS വൽക്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ അതിൽ പങ്കുവഹിക്കുന്നു, ഒരു വിഭാഗത്തെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നു എന്ന് എന്താണ് തള്ളിപ്പറയാവുന്നതിന് അങ്ങേയറ്റം തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ നേരത്തെ ഉന്നയിച്ച വാദം തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് അതല്ല. ഇവിടെ ആർക്കാണ് ഭരണ ഉദ്യോഗ തലങ്ങളിൽ കൂടുതലായി കിട്ടുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ നീതി വെല്ലുവിളിക്കപ്പെടുന്നത്, എന്ത് തരം അസന്തുലിതാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നത് വെളിപ്പെടുത്തണം. കാരണം മുസ്ലിം സമുദായത്തിന് അർഹമായത് കിട്ടാതിരിക്കുകയും എന്നാൽ അനർഹമായവർ കൊണ്ടുപോകുന്നു എന്ന വളരെ വംശീയമായ പ്രചാരണം നടക്കുകയും ചെയ്യുന്നു. നേരത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ സമയത്ത് കാസ പോലെയുള്ള ക്രിസ്ത്യൻ വംശീയ ഗ്രൂപ്പുകളും ഇതുപോലെയുള്ള വംശീയ പ്രചാരണം നടത്തിയപ്പോഴും സർക്കാർ മൗനമാണ് സ്വീകരിച്ചത്.